ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇന്ന് ഇങ്ങനെയൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞായറാഴ്ച ദിവസം ഒരു ലോങ് വീഡിയോ ഒക്കെ പിടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് അങ്ങനെ അധികം പച്ചക്കറികളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞായറാഴ്ച ലേശം പച്ചക്കറി മീനൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് ദിവസം മുമ്പ് തേങ്ങ പൊട്ടിച്ച് വെച്ചാണ് ഞാൻ പൊട്ടിച്ചങ്ങ് കൊടുത്തു എന്നല്ലാതെ താഴത്തമ്മയും ചേച്ചിയാണ് കേട്ടോ അത് ഉണക്കിയത് മുഴുവനും. കുറച്ചുണ്ടായിരുന്നുള്ളൂ ഉള്ളത്. ചേച്ചി താഴത്തെ വാർക്കപ്പുറത്തിട്ടിട്ട് അവിടെ നിന്ന് ഉണക്കിയെടുക്കുകയാണ് ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ് മക്കളത് അരിഞ്ഞിട്ടു. അപ്പോഴത്തേക്കും ചോറും കറിയൊക്കെ ഞങ്ങളാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കയറിക്കൂടലുണ്ടായിരുന്നു കേട്ടോ. വർഷങ്ങൾ ഒത്തിരി പുറകോട്ട് പോകും കേട്ടോ. ഈ ബന്ധത്തിന് ഒരുപാട് ചെറിയ പ്രായത്തിലേക്ക് പോകും. ചേച്ചീൻ്റെ വീട് കയറിക്കൂടലായിരുന്നു കേട്ടോ. അപ്പോൾ 2015 തുടങ്ങി വെച്ച വീടാണ്. വീടെന്ന് പറയുന്ന ഒരു സ്വപ്നമാണല്ലോ. ആ ഒരു ആഗ്രഹം പൂർത്തിയാവണമെങ്കിൽ അതിലെ പടികളൊക്കെ ഒന്ന് കഴിയണം. അപ്പോൾ വസന്തേച്ചി എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് തോന്നുന്നു എന്നെ എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായം മുതലേ ഒരു ചേച്ചിയമ്മയായിട്ട് കൂടെ ഉള്ള ആളാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളും ദൂരോട്ട് പോയി, മക്കളും കുട്ടികളും പ്രാരാബ്ദവും. എനിക്കും വസന്തേച്ചി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും വസന്തേച്ചിയും കുടുംബം നോക്കുന്നു. വസന്തേച്ചി പണിയെടുത്ത് സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നു. അതുപോലെ തന്നെ വീട് വെച്ചു, പണി തീർത്ത് വീട് വെച്ചു. അപ്പോൾ എനിക്ക് അവിടെ അടുക്കളയായിരുന്നു കേട്ടോ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ ആ അടുപ്പുള്ള അടുക്കള വീഡിയോ ഞാൻ തിരഞ്ഞിട്ട് കാണുന്നില്ല. ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞ് അടുപ്പുള്ള അടുക്കളയുണ്ട്. പിന്നെ ഗ്യാസ് വെക്കാൻ പറ്റിയ അടുക്കള, ഒരു കുഞ്ഞ് ഹാള്, അങ്ങനെ എന്താ പറയുക 2 ബെഡ്റൂമൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വീട്. എന്നാലും സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കി അതിൻ്റെ പണി തീർത്ത് കയറുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് ഒത്തിരി പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എനിക്കും ആ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റി എന്നുള്ളത് അതിലും വലിയ സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളും കയറിക്കൂടലിന് പോയപ്പോൾ മോനൂസിനെ ആദ്യക്കുട്ടനെ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മോനൂസിനെ ആദ്യക്കുട്ടന് ചോറ് കൊടുക്കണമെന്നും പറഞ്ഞ് അവർക്കുള്ള ഭക്ഷണം കൂടി ഞങ്ങളെ കൈ പിടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം വൈകിട്ട് ഒരു അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. ഇതാ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലൂടെ പോയപ്പോൾ കുറേ വർഷം പുറകോട്ട് ഒന്നുകൂടെ പോയി കേട്ടോ ഞാൻ. എൻ്റെ മോനൂസ് ഇവിടെയായിരുന്നു 2-3 മാസം. ജീവനുണ്ടെന്നും പറഞ്ഞും കിട്ടുമെന്നും പറഞ്ഞ് ഒരുപാട് കണ്ണീര് വീഴ്ത്തിയ സ്ഥലമാണ് കേട്ടോ അവിടെ. നേരെ പോയത് വളയനാട് ദേവീ ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ. ഗൂഗിൾ അമ്മായിനോട് വഴി ചോദിച്ചൊക്കെയാണ് പോയത്. പല സ്ഥലങ്ങളിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് പോരേണ്ടി വന്നു. അങ്ങനെ അവിടെ ചെന്നപ്പം ചെന്ന് തൊഴലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം നമ്മൾ പുറത്ത് നിൽക്കണം. 1 മണിക്കൂറോളം നമ്മൾ പുറത്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആണ് ഈ മരം എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് കേട്ടോ. എനിക്ക് അതെന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ അതിലേക്ക് നോക്കിയപ്പം മനസ്സിലൊരു ഭീതിയും മനസ്സിലൊരു ഇഷ്ടവും അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയും എന്തോ ഒരു പ്രത്യേകത മരത്തിനുള്ളത് പോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ വീഡിയോ എടുക്കുകയോ ഫോൺ പുറത്തെടുക്കുക പോലും ചെയ്തിട്ടില്ല കേട്ടോ. പുറത്ത് ഇറങ്ങി നിന്നപ്പം കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ച് വെച്ചതാണ് ഇത് കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ എനിക്ക് ഇന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഒരു 3-4 ദിവസമായിട്ട് ലോങ് വീഡിയോ ഇടാൻ കഴിയുന്നില്ല കേട്ടോ. വിചാരിച്ച പോലെ നമുക്ക് സമയം ഒത്തു കിട്ടാഞ്ഞിട്ടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുമ്പോഴത്തേക്കും ഒത്തിരി വൈകും എന്നുള്ളത് കൊണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞാനിങ്ങനെ ചെറിയൊരു വീഡിയോ പിടിച്ചപ്പോൾ എന്നോട് പറയും, എൻ്റെ മുടി ഞാൻ ചീകി വെച്ചില്ല, ഞാനൊന്ന് സുന്ദരനാവട്ടെ എന്നിട്ട് വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞല്ല, ഓൾറെഡി സുന്ദരനാണ്, അത്ര മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. അമ്മ ഉച്ചയായപ്പോൾ തന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളുടെ അടുത്തേക്ക്. പക്ഷേ ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ പിടിച്ചൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ എന്നും എൻ്റെ കുട്ടിക്കാലത്തും അമ്മ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകുന്ന ആളായിരുന്നു. ഇപ്പോഴും അമ്മ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകണം. അമ്മ സുന്ദരി കുട്ടിയായിട്ട് സാരി കൊടുത്താണ് കേട്ടോ പണിക്ക് പോയത്. അപ്പം അതിരാവിലെ അമ്മ പോയിട്ടുണ്ട്. അമ്മേനെ ആക്കാൻ ചേട്ടായും പോയി കേട്ടോ.